പാക് അഫ്ഗാൻ സംഘർഷമാകട്ടെ തുറന്ന യുദ്ധത്തിലേക്ക് വഴി മാറിയതോടുകൂടി തന്നെ ലോക രാജ്യങ്ങൾ ഇപ്പോൾ വലിയ ആശങ്കയിലാണ്. ഇതിനിടെ അഫ്ഗാനിസ്ഥാൻ ആകട്ടെ കനത്ത മുന്നറിയിപ്പാണ് പാകിസ്ഥാൻ പ്രസിഡന്റായ ആസിഫ് അലി സർദാരി നൽകിയിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനുമായി തന്നെ നേർക്കുനേർ യുദ്ധം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരമൊരു പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം പാകിസ്ഥാന്റെ ഈ നീക്കത്തെ ഭാരതമാകട്ടെ അതിശക്തമായി തന്നെ അപലപിക്കുകയും ചെയ്തു. പാകിസ്ഥാൻ ആകട്ടെ സ്വന്തം രാജ്യത്തെ ആഭ്യന്തര പരാജയങ്ങൾ മറച്ചുവെക്കാൻ നടത്തുന്ന ശ്രമമാണിതെന്നാണ് ഇപ്പോൾ ഇന്ത്യ ഇതിനോടായി തന്നെ പ്രതികരിക്കുന്നത്. ഈ നിലപാടിനോട് ചില രാഷ്ട്രീയ നിരീക്ഷകരും പ്രതികരിക്കുന്നുണ്ട്. ഇന്ത്യയുടെ നിലപാടിനെ ശരിവെക്കുന്നതാണ് അവരുടെ വാക്കുകൾ. സമീപ മാസങ്ങളിലായി തന്നെ പാകിസ്ഥാൻ ആകട്ടെ വലിയ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു രാജ്യമാണ്. IMF-ൽ നിന്ന് പോലും വലിയ രീതിയിൽ അവർ കോടികളുടെ കടമാണ് ഇപ്പോൾ കൈപ്പറ്റിയിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം തിരിച്ചടയ്ക്കുന്നതും ഒരു ചോദ്യചിഹ്നമായി മാറുമ്പോൾ പൊതുജനം പട്ടിണി കിടന്ന് ദുരിതം അനുഭവിക്കുന്ന ഈ ഒരു വേളയിൽ വീണ്ടും ഇത്തരത്തിൽ കണ്ണിൽ പൊടിയിടുന്ന ചെപ്പടി വിദ്യയുമായി പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാന് നേരെ ആക്രമണം നടത്തുന്നത് വലിയ രൂക്ഷ വിമർശനങ്ങൾക്ക് ഇടവയ്ക്കുകയാണ്. അതേസമയം അയൽ രാജ്യമായ അഫ്ഗാനിസ്ഥാനുമായി നേർക്കുനേറുള്ള യുദ്ധം തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി ഇവരുമായി സന്ധിയില്ലാത്ത വലിയ രീതിയിലുള്ള യുദ്ധത്തിലേക്ക് പോകുമെന്നും രാജ്യത്തിന്റെ സമാധാനവും അഖണ്ഡതയും തകർക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള ശക്തമായ മറുപടി തന്നെയായിരിക്കുമെന്നും ഇവിടെ നൽകുന്നത് എന്നതാണ് ഇവർ വ്യക്തമാക്കുന്നത്. ആരും സുരക്ഷിതരല്ല എന്നതാണ് പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ തന്നെ അഫ്ഗാൻ മണ്ണിൽ പാകിസ്ഥാൻ നടത്തിയ ഓപ്പറേഷൻ ഗാസിയാബ് ഗിൽ ഹക്ക് ആകട്ടെ സൈനിക നീക്കത്തിൽ 130-ലേറെ താലിബാനികൾ കൊല്ലപ്പെട്ടതായിട്ടാണ് അവകാശവാദം. അതേപോലെ വ്യാഴാഴ്ച വൈകുന്നേരം ഖൈബർ പഖ്തൂൺഖ്വയിലെ ചത്രാൽ അതേപോലെ ഖൈബർ ബജൌർ സെക്ടറുകളിൽ തന്നെ അഫ്ഗാനിസ്ഥാൻ താലിബാൻ നടത്തിയ പ്രകോപനമില്ലാത്ത വെടിവെപ്പിന് അതിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. കാബൂൾ, കാണ്ഡഹാർ, പക്തിയ എന്നിവിടങ്ങളിലെ താലിബാന്റെ പ്രധാന സൈനിക താവളങ്ങളും അതേപോലെ നഖാർ വെടിക്കോപ്പ് ശാലയും പോലും തകർത്തതായി തന്നെ ഇവിടെ പാക് റേഡിയോ റിപ്പോർട്ട് ചെയ്തതായി തന്നെ വ്യക്തമാക്കുന്നു. ഞങ്ങളുടെ സമാധാന കാംക്ഷിയെ ബലഹീനതയായി കാണുന്നവർക്ക് കനത്ത വില നൽകേണ്ടി വരും. ആരും ഞങ്ങളുടെ പരിധിക്ക് പുറത്തല്ല എന്നതായിരുന്നു അദ്ദേഹം എക്സിൽ കുറിച്ച വാക്കുകൾ. നാറ്റോ സൈന്യത്തിന്റെ പിൻവാങ്ങലിന് ശേഷം സമാധാനം പ്രതീക്ഷിച്ചെങ്കിലും താലിബാൻ ഭീകരത അവിടെ കയറ്റുമതി ചെയ്യുന്നു എന്നതായിരുന്നു പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് കുറ്റപ്പെടുത്തിയത്. അതേസമയം പാകിസ്ഥാന്റെ ഈ നീക്കത്തെ ഭാരതം ശക്തമായി തന്നെ അപലപിക്കുകയും ഇത് പരാജയങ്ങൾ മറച്ചുവെക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് വിലയിരുത്തുകയും ചെയ്തു. വിശുദ്ധ മാസമായ റംദാനിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സിവിലിയന്മാർ കൊല്ലപ്പെട്ട പാക് വ്യോമാക്രമണം അത് അംഗീകരിക്കാനാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമായ രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കുന്നത്. അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കും ഇന്ത്യ പിന്തുണ പ്രഖ്യാപിച്ചു. പാകിസ്ഥാൻ തങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനെയും പഴിചാരുന്നത് പതിവാണ് എന്നും ഭാരതം വ്യക്തമാക്കുകയും ചെയ്തു. നിലവിൽ അതിർത്തിയിൽ ഇരുപക്ഷവും സൈനിക വ്യൂഹങ്ങളെ വിന്യസിപ്പിച്ചിരിക്കുകയാണ് എന്നും ഇതൊരു വലിയ പ്രാദേശിക യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ലോക രാജ്യങ്ങൾ ഇവിടെ ഉയർത്തുന്നതെന്നതാണ് മറ്റൊരു വിലയിരുത്തലായി തന്നെ പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.